ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം 46, അധ്യായം 1. യദി മാമ പ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രാരണേ ഹന്യോസ് തന്മേ ക്ഷേമതരം ഭവേ. ശ്രീഹരേ നമ. യദി എങ്കിൽ അപ്രതീകാരം എതിർത്ത് യുദ്ധം ചെയ്യാത്തവനുമായ അശസ്ത്രം ആയുധം ഉപേക്ഷിച്ചവനും ശസ്ത്രപാണയ ആയുധധാരികളായ ധാർത്തരാഷ്ട്രാഹ ധൃതരാഷ്ട്രപുത്രന്മാർ രണേ ഹന്യോ യതി യുദ്ധത്തിൽ കൊല്ലുന്നുവെങ്കിൽ മാം എന്നെ തൻ അത് മോക്ഷമതരം ഭവേത് എനിക്ക് കൂടുതൽ നല്ലതായി ഭവിക്കും. ആയുധമണിഞ്ഞു നിൽക്കുന്ന ധൃതരാഷ്ട്രപുത്രന്മാർ ആയുധം ഉപേക്ഷിച്ചിരിക്കുന്ന എതിർത്തും യുദ്ധം ചെയ്യാത്തവനുമായ എന്നെ യുദ്ധത്തിൽ കൊല്ലുമെങ്കിൽ എനിക്ക് അതാണ് ഏറ്റവും സന്തോഷം. അർജുനൻ്റെ മമതാബദ്ധവും ആചാരനിബദ്ധവുമായ ധർമ്മവിചാരം ആത്മഹത്യയ്ക്ക് ഒരുമ്പെടുന്ന ഒരു ഭീരുവിൻ്റെ നിലയിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു. ഭീരുക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത്. യുദ്ധത്തിൽ നിരായുധനായി മരിക്കുന്നത് കൊണ്ട് അർജുനൻ വിചാരിച്ച ധർമ്മരക്ഷ പോലും അവിടെ സാധ്യമാവുന്നില്ല. കുലത്തിൻ്റെ ക്ഷേമം കൊതിക്കുന്ന അർജുനൻ മരിച്ചാൽ പാണ്ഡവപക്ഷം മുഴുവൻ തെണ്ടിത്തിരിയേണ്ടി വരും. ദുര്യോധനാദികളുടെ സ്വാർത്ഥത നിറഞ്ഞ അസുരഭാവം തൽക്കാലം ഒരുമിച്ച് നിൽക്കുന്ന കൗരവ പക്ഷത്തെ തന്നെ ഛിന്ന ഭിന്നമാക്കി നശിപ്പിക്കും. രാജ്യത്തിൽ അരാജകത്വം നടമാടും. ചുരുക്കത്തിൽ അർജുനന്റെ തീരുമാനം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. സഞ്ജയൻ തുടർന്ന് ഭഗവാനോട് പറയുകയാണ്, എനിക്ക് ഇവരോട് യുദ്ധം ചെയ്യാൻ വയ്യ കൃഷ്ണ. ഈ യുദ്ധത്തിൽ അവരെന്നെ കൊല്ലുകയാണെങ്കിൽ എനിക്കതാണ് ഏറ്റവും പ്രിയം. ഭീരു ആയിട്ട് മാത്രമല്ല, കാരണം ആ മമതാബന്ധം അവരോട് സ്വന്തപ്പെട്ടവരെയൊക്കെ എങ്ങനെ കൊല്ലുന്നു എന്നുള്ള ആ ഒരു വിചാര നിമിത്തമാണ് അർജുനൻ അങ്ങനെ തോന്നിയത്. ഭഗവാന് ഈ അധർമ്മികളായ ദുര്യോധനാദികളെ നിഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഭഗവാന്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അർജുനനെ വീണ്ടും വീണ്ടും ബോധവാനാക്കി യുദ്ധം ചെയ്ത് ധർമ്മത്തെ രക്ഷിക്കാനും അധർമ്മത്തെ ഇല്ലാതാക്കുവാനും ഉപദേശിച്ച ഓരോ ഉപദേശങ്ങളും ഭഗവാൻ അർജുനന് കൊടുക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.